ഹലോ ഫ്രണ്ട്സ്, ഞാൻ സൈസ് ചെയ്യുന്നത് പുതുപുത്തൻ വീഡിയോ എല്ലാവരും സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുറച്ചൊരു ഗസ്സിങ് ചെയ്യുന്ന വീഡിയോ ആണ്. നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ ഗസ് ദ മലയാളം യൂട്യൂബർ ബൈ ഇമോജിയാണ്. കുറച്ച് ഇമോജികൾ കാണിക്കും, ഇമോജികളല്ല കുറച്ച് ഫോട്ടോസ് പോലെ കാണിക്കും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഏതെങ്കിലും മലയാളം യൂട്യൂബേഴ്സിൻ്റെ പേര് ഗസ് ചെയ്യണം. അപ്പോൾ അതാണ്. അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് ഇത് ലാപ്ടോപ്പിൽ ഓണാക്കി വെച്ചിട്ടുണ്ട് വീഡിയോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ കാണാൻ പറ്റും. ജസ്റ്റ് ഇങ്ങനെ നീങ്ങിയിരിക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് ടൈമൊന്നും കളയാണ്ട് നമുക്ക് നമ്മുടെ ഗസ്സിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതേ ഫസ്റ്റ് ഏകദേശം ഒരു 10-15 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒക്കെ മലയാളം യൂട്യൂബേഴ്സിനാണ്. അപ്പോൾ ഞാനൊരു വീഡിയോ കണ്ടതാണ് യൂട്യൂബിൽ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചു. അപ്പോൾ അതാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് തന്നെ നമുക്ക് നമ്മുടെ ഫസ്റ്റത്തെ സംഭവം ഏതാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ 15 ക്വസ്റ്റ്യൻസ് ഉണ്ട് ടോട്ടൽ. അപ്പോൾ അതിൽ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ്റെ ഇമോജികളാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് ഞാൻ ജസ്റ്റ് ഈ ലാപ്ടോപ്പ് ഇവിടെ വയ്ക്കുക. അതാകുമ്പോൾ കുറച്ചും കൂടി എനിക്ക് നോക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെ സംഭവം കുറച്ച് സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട്. അതായത് ലാപ്ടോപ്പ്, ട്രാവലിങ്, ഫുഡ്, അങ്ങനെ കുറച്ച് 3 സാധനങ്ങൾ. അത് മറ്റേ നമ്മുടെ ടെക് ട്രാവലീറ്റാന്ന് തോന്നുന്നു. ടെക് ട്രാവലീറ്റ്, ഓക്കെ, അത് തന്നെയാവുള്ളൂ. അപ്പോൾ ഫസ്റ്റത്തെ നമുക്ക് എന്തായാലും കറക്റ്റാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇവിടെ അടിയിൽ ടൈമർ കൊടുത്തിട്ടുണ്ട്. കുറച്ച് ടൈം ഒരു 2, 3, 4, 5, 6 സെക്കൻഡ് കൊടുത്തിട്ടുണ്ട്. 10 സെക്കൻഡിന് തോന്നുന്നു. കറക്റ്റാണ്. നമ്മുടെ ടെക് ട്രാവലീറ്റ് ബൈ സുജിത് ഭക്തനാണ് ഫസ്റ്റത്തെ. അപ്പോൾ ഇത് അടുത്ത സംഭവം ഒന്നുണ്ട്. അപ്പോൾ ഇത് അല്ലോത്തിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. പിന്നെ പാസ്പോർട്ട്. ഇത് നമ്മുടെ മറ്റേ മല്ലു ട്രാവലറാന്ന് തോന്നുന്നു. കാരണം മല്ലു ട്രാവലർ അത് സെയിം തന്നെയാണ്, കറക്റ്റായിരിക്കും. അത് നമ്മുടെ കറക്റ്റായിട്ട്. അപ്പോൾ ഇനി ചിലപ്പോൾ എനിക്ക് അതിൽ അറിയാത്ത യൂട്യൂബേഴ്സൊക്കെ വേറെ കുറേ ഇതിലുണ്ടാവുമായിരിക്കും. ചിലപ്പോൾ എനിക്ക് അറിയുന്നത് മാത്രമായിരിക്കും, എനിക്കറിയില്ല. അപ്പോൾ ഇത് ഫുഡ് ആൻഡ് ട്രാവൽ അങ്ങനെ എന്തെങ്കിലും യൂട്യൂബ് ചാനലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഫുഡ് ആൻഡ് ട്രാവൽ ബൈ എബിൻ ജോസ്. ഓക്കെ. അടുത്തത് എംഫോടെക്. ഇതൊക്കെ ഭയങ്കര സിമ്പിൾ സംഭവമാണെന്ന് തോന്നുന്നു. നിങ്ങൾ ഗസ് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴത്ത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ആയിട്ട് പറയാം. അപ്പോൾ എന്തായാലും എംഫോടെക് നമ്മുടെ കറക്റ്റായിട്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഏതാ നോക്കാം. അപ്പോൾ അടുത്തത് എന്താ സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട്, ഒന്നും മനസ്സിലാവണില്ല. അപ്പോൾ ഫുഡ് ഉണ്ട്, ടെക് ഉണ്ട്, ട്രാവലുണ്ട്. ടെക് ട്രാവലിന് വില്ലേജ് ഫുഡ് ചാനൽ. അങ്ങനെയായിരുന്നു, വില്ലേജ് ഫുഡ് ചാനലായിരുന്നു. അപ്പോൾ ഇനി നമ്മുടെ ഇത് സിമ്പിളാണ്. ഇത് കരിക്കാണ്. അത് ആർക്ക് കണ്ടാലും മനസ്സിലാവും. ജസ്റ്റ് ഒറ്റ നോട്ടത്തിൽ നമുക്ക് അറിയാം കരിക്ക്. അപ്പോൾ ഇനി അടുത്ത സംഭവം നോക്കാം. അത് പെട്ടെന്ന് മാറി പോകുന്നുണ്ട്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ലാഗ് അടിക്കുന്ന വെച്ചിട്ട് പെട്ടെന്ന് പറഞ്ഞു പോവാണ്. കൂൾ ഡ്യൂഡ്. കൂൾ ഡ്യൂഡ് അൺബോക്സിങ് ഡ്യൂഡാണോ? ഓക്കെ, അൺബോക്സിങ് ഡ്യൂഡ് കറക്റ്റായിട്ട്. അപ്പോൾ ഇനി അടുത്ത സംഭവം ഇതൊക്കെ ഭയങ്കര സിമ്പിളാണ്. കാരണം ഫ്രീക്സ് എന്നൊക്കെ എഴുതി വെച്ച് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഫിഷിംഗ് ഫ്രീക്സ് ആണ്. ഫിഷിങ്ങിൻ്റെ ഒരു പടം കൊടുത്തിട്ടുണ്ട്. ഫ്രീക്സ് എന്ന് കൊടുത്തിട്ടുണ്ട്, ഫിഷിംഗ് ഫ്രീക്സ്. അപ്പോൾ അതും കറക്റ്റായിട്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത സംഭവം ഏതാ നോക്കാം. അപ്പോൾ ഇത് സീക്രട്ട് ഏജൻറ്റാണ്. ഇത് ഭയങ്കര എളുപ്പമുള്ള കുറച്ച് വീഡിയോ ആണെന്ന് തോന്നുന്നു. കാരണം ഏജൻറ്റ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള വീഡിയോ ആണ്. സീക്രട്ട് ഏജൻ്റ് ആയിരുന്നു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഏതാ നോക്കാം. ഇത് തൊപ്പിയാണ്. ഓക്കെ, ഇത് ഭയങ്കര സിമ്പിളാന്ന് തോന്നുന്നില്ല ഈ വീഡിയോ. നമുക്ക് എന്തായാലും വേറൊരു വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മലയാളം സോങ് അങ്ങനെ എന്തായാലും ഗസ്റ്റ് മലയാളം സോങ്, മലയാളം മൂവി അങ്ങനത്തെ എന്തെങ്കിലും വീഡിയോ ചെയ്യാം. അപ്പോൾ ഇത് കീപ്പ് ഇറ്റ് സിമ്പിൾ മൈ അത് മറ്റേ സിംപ്ലി മൈ സ്റ്റൈൽ ഉണ്ണി ആണെന്ന് തോന്നുന്നു. അതെ, അത് കറക്റ്റായിരുന്നു. അപ്പോൾ നമുക്ക് ഒരുവിധം എല്ലാ മലയാള യൂട്യൂബേഴ്സിനൊക്കെ അറിയാൻ തന്നെയാണ്. ചട്ടമ്പിനാട് ഏതാ മലയാള യൂട്യൂബർ? അങ്ങനെയാവുക ചട്ടമ്പീസ്. അത് മാത്രം നമുക്ക് പിന്നെയും കുറച്ച് കിട്ടാണ്ടിരുന്നുണ്ടായുള്ളൂ. ഇത് അത് നമ്മൾ ജസ്റ്റ് വായിച്ചാൽ മതി. ARJU അർജു. ഓക്കെ, ഇതൊക്കെ ഭയങ്കര സിമ്പിളാണ്. കുറേ എണ്ണൊക്കെ ഭയങ്കര സിമ്പിളാണ്. സിമ്പിളല്ലാത്ത നേരത്തെ ചട്ടമ്പീസ് മാത്രം നമുക്ക് പെട്ടെന്ന് കിട്ടാണ്ടിരുന്നുള്ളത്. ഇത് ബുൾജെറ്റാണ്. കൊടുത്തിട്ടുണ്ട്, പുള്ളി കൊടുത്തിട്ടുണ്ട്, ജെറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിലൊരു ഇതെല്ലാം എനിക്ക് കിട്ടുന്നതാന്ന് തോന്നി കണ്ടിട്ട്. നിങ്ങൾക്ക് എന്തായാലും എത്ര എണ്ണം കിട്ടിയതൊക്കെ താഴത്ത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ആയിട്ട് ചെയ്യാം. KL മറ്റേ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ളത് KL ബ്രോ ബിജു അങ്ങനെ എന്താണ്ട്. KL ബ്രോ ബിജു എന്ന് തോന്നുന്നു. അപ്പോൾ അതായിരിക്കും എന്ന് ഞാൻ വിചാരിക്കും. KL ബ്രോ ബിജു ഋത്വിക്. ഓക്കെ, അത് തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ഏതാ നോക്കാം. 10 എണ്ണം കഴിഞ്ഞു, 15 എണ്ണം കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഒരുവിധമല്ല എല്ലാം 1-2 എണ്ണം കിട്ടാണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ചട്ടമ്പീസോനെ കിട്ടിയില്ല, പിന്നെ വേറെ ഏതോ കിട്ടിയില്ല. ബാക്കിയെല്ലാം നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്ന യൂട്യൂബേഴ്സായിരുന്നു. നിങ്ങൾക്ക് എത്ര എണ്ണം കിട്ടിയെന്നൊക്കെ താഴത്ത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതേപോലെ അടിപൊളിയായിട്ടുള്ള വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ താഴത്ത് ഏതാ ഗസ്റ്റ് സോങ്ങോ, ഗസ്റ്റ് മലയാളം മൂവി, അങ്ങനെ ഗസ്റ്റ് ആക്ടേഴ്സ്, അങ്ങനത്തെ ഏതെങ്കിലും വീഡിയോ റിയാക്ട് ചെയ്യണമെങ്കിൽ, അങ്ങനത്തെ ഏതെങ്കിലും വീഡിയോ ഗസ്റ്റ് ചെയ്യണമെങ്കിൽ എന്തായാലും താഴത്ത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും അത്ര ഉണ്ടായാലും നമ്മുടെ നിർത്തിയ വീഡിയോ. അപ്പോൾ ഇതുള്ള വീഡിയോ ഒക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക.